ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടല്ലോ റമദാൻ വ്ളോഗല്ല കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇന്നലെ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡും ഇല്ലായിരുന്നു, പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇന്നലത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ഓൾറെഡി എൻ്റെ അടുത്ത് ഗാലറി കിടന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു, ചെറിയ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പം ഞാൻ ഒരു വർഷം മുന്നേ ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട്, പക്ഷെ വീഡിയോ ഇടുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നിട്ട് ഇനി എപ്പോഴെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ മീൻ വേണമായിരുന്നു. അപ്പോൾ ആ ഒരു മീൻ കിട്ടുന്ന സമയത്ത് എന്തായാലും റെസിപ്പി വീഡിയോ എടുത്തിട്ട് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എന്തായാലും നല്ലൊരു റെസിപ്പി ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ അതാ വീണ്ടും അതേ സെയിം രീതിയിൽ തന്നെ ഒന്ന് റീക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അന്ന് വീഡിയോ എടുത്തിട്ടില്ല, ഒരു റെസിപ്പി റീക്രിയേറ്റ് ചെയ്തതാണേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ നല്ല പാരമീൻ, നല്ല പാരയായിരിക്കണം, നല്ല വറ്റപ്പാരയില്ല, അതാണേ നല്ല നെയ്യിൻ്റെയൊക്കെ അംശമുള്ള നല്ല പാരമീനാണ് എടുത്തിട്ടുള്ളത്. രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് വലുതല്ല, തന്നെ തിരിച്ചെറുതില്ല, അങ്ങനത്തെ ഒരു മീഡിയം സൈസിലുള്ളതുണ്ടല്ലോ ആ ഒരു ടൈപ്പാണേ. അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മൊത്തത്തിലെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഞാൻ നന്നായിട്ട് താഴ്ത്തി ഒന്ന് വരയിട്ട് കൊടുക്കുന്നുണ്ട്. മസാലയ്ക്കുള്ളിലോട്ട് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറാണ്. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 2-3 ടീസ്പൂൺ വിനാഗിരി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഒന്നങ്ങ് മാറ്റി വയ്ക്കാം. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം വലിപ്പമുള്ള മീനായതുകൊണ്ട് ഉള്ളിലോട്ടൊക്കെ ആ ഒരു ഉപ്പും ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ചെറിയുള്ളിയാണ്. ഒരു 10-30ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 6-7-8 വരെയൊക്കെ ആകാം ബാഡ്ക്കോ അല്ലെങ്കിൽ കാശ്മീരിയോ മുളകാണ് കേട്ടോ. അത് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ മുളകാണെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. ഞാൻ ഇപ്പോൾ സാധാരണ മുളകാണ് എടുത്തിട്ടുള്ളത്, പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ഒരു തരി ഞാൻ നിർത്ത് മാറ്റും കേട്ടോ. എനിക്ക് നല്ല എരിവായിരിക്കും. ബാഡ്ക്കോ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്, കാണാനൊക്കെ ഒരു ഭംഗിയായിരിക്കും. പക്ഷേ ആദ്യം ഞാൻ ചെയ്ത റെസിപ്പിയിൽ ആ ഒരു മുളകിനാണ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പം നല്ലൊരു കളറും ഒന്നും കൂടെ ഒന്ന് റിച്ച് ലുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പീസ് ഇഞ്ചി ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ട്. പിന്നെ ഇതാ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യം പോലെ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എണ്ണ ചൂടായി തുടങ്ങുന്ന സമയത്ത് ആ ഒരു മസാല പുരട്ടി വെച്ചിട്ടുള്ള മീൻ 2 മീൻ ഒരുമിച്ച് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാനാണ് കേട്ടോ. അതിലേക്ക് വെച്ചിട്ട് 2 സൈഡും നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. മീൻ നന്നായിട്ടൊന്ന് ഉള്ളിക്കൊന്ന് കുക്കായി വരണം, അതിനനുസരിച്ചിട്ട് ഇത് നമുക്കൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതാ ഒരു സൈഡൊന്ന് മീൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ല ഒരു ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പോളം തേങ്ങ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ 1 കപ്പ് തേങ്ങ എടുക്കാം. തേങ്ങ ചിരകിയതിലോട്ട് 1 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് ക്രഷ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതായത് ഇതിനിടയ്ക്ക് ആ ഒരു മീനൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ആ പാനിൽ നിന്ന് മാറ്റിയിട്ട് ആ ഒരു സെയിം പാനിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. മീനൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം. മീൻ പൊട്ടിപ്പോകാതെ നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. മീൻ ഇതാ ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു സെയിം ഓയിലിലേക്ക് തന്നെ, ഓയിൽ കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഒരു സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് ആ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു വറ്റൽ മുളകൊക്കെ ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴിച്ചെടുക്കാം. ഒന്ന് മൊരിഞ്ഞ് വരണം, ആ ഒരു പാകം വരെ ഒന്ന് വഴിച്ചെടുക്കണേ. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 2-3 തണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്തെടുക്കാം. ആ ഒരു സ്മെല്ല് ഒന്നും കൂടെ ഒന്ന് നല്ലതായിരിക്കും. ഈ ഒരു ഉള്ളിക്കെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്തെടുക്കാം കേട്ടോ. നമ്മൾ ഫിഷിൽ ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട്, എങ്കിലും ഒരു മസാലയ്ക്ക് നമ്മൾ തേങ്ങയ്ക്കിനടുത്ത് ചേർക്കാനുള്ളതല്ലേ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ല ആ ഒരു മസാല, അതിൽ നിന്ന് കുറച്ചുണ്ടായിരുന്നു കേട്ടോ, അതിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്കതങ്ങ് ഒഴിവാക്കാം. കുറച്ച് മുളക് പൊടി ലൈറ്റായിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ അപ്പോൾ ഞാൻ ഒരു മസാല ഉള്ളതുകൊണ്ട് എന്തായാലും കാണും, നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുരട്ടിക്കുമ്പോൾ കുറച്ച് മസാലയൊക്കെ ബാക്കി വരില്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു മസാലയാണ്. അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു മസാലയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരണം, നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി വരണം. അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഉള്ളി മസാലയെല്ലാം നമുക്ക് ഒരു സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം.
എന്നിട്ട് ആ ഒരു സൈഡിലാണ് നമ്മളിനി നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയും പെരിഞ്ചീരകവും ചേർത്തിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ എണ്ണ ഇല്ലല്ലോ എന്തായിരുന്നില്ല, അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആ ചതച്ച് വെച്ചിട്ടുള്ള ഒരു തേങ്ങയും പെരിഞ്ചീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് 3/4 കപ്പോട്ട് 1 കപ്പ് വരെ ആകാം കേട്ടോ തേങ്ങ ചിരകിയത്. അപ്പോൾ അതൊന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. നമുക്ക് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ആ ഒരു ഉള്ളി മസാലയും തേങ്ങാക്കൂട്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മുരിഞ്ഞു പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഒരു മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ അതിൽ നിന്ന് കുറച്ച് മസാല ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ആ ഒരു മീൻ വെച്ച് കൊടുത്തത്. എന്നിട്ട് ആ ഒരു മീനിൻ്റെ മുകളിൽ ആ ഒരു മസാല ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം, നിരത്തി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഒരുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കവർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ മീൻ വെച്ചിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ടുന്ന സമയത്തൊന്നും കോട്ട് ചെയ്തെടുത്താലും മതി. രണ്ടായാലും ഓക്കെ ആണേ. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള മീനായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മീൻ അങ്ങനെയൊന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചൊന്ന് മസാല മാറ്റി വെച്ചിട്ട് പിന്നെ ആ ഒരു മീൻ വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ആ ഒരു തേങ്ങയുടെ കൂട്ടൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് എല്ലായിടത്തും ആ ഒരു മീനിൻ്റെ മുകളിലോട്ട് ആ ഒരു മസാല ഒന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു അടച്ച് വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊരു 10-15 മിനിറ്റ് ഒന്ന് വെക്കാം കേട്ടോ. അപ്പം ആ ഒരു മസാലയും മീനും എല്ലാം ഒന്ന് യോജിച്ച് മീനിൻ്റെ ഫ്ലേവർ മസാലയിലോട്ട് ഇറങ്ങിയിട്ട് മസാലയുടെ ഫ്ലേവർ മീനിലോട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കോമ്പിനേഷൻ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് സെറ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഫ്ലെയിം നല്ലോണം കുറച്ച് വയ്ക്കണം, അധികം തീ ഉപയോഗിക്കണ്ട കേട്ടോ. എന്നിട്ടൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് അടപ്പൊന്ന് മാറ്റിയിട്ട് ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. അപ്പം ആ സൈഡ് നമുക്ക് അതുപോലെ ആക്കി എടുക്കണമല്ലോ. അപ്പോൾ 2 സൈഡും തിരിച്ച് മറിച്ചിട്ടൊന്ന് ഒരുപോലെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. എല്ലാത്തിൻ്റെ കൂടെ കോമ്പിനേഷൻ കേട്ടോ. ചോറായിരുന്നാലും ഈവൻ പുട്ട്, നല്ല സോഫ്റ്റ് പുട്ട്, സോഫ്റ്റ് ചപ്പാത്തി, പൊറോട്ട, എന്ത് ഫുഡിൻ്റെ കൂടെ നന്നായിട്ട് കോമ്പിനേഷൻ പോകുന്ന ഒരു ഐറ്റമാണ് ഇത്. നമ്മുടെ ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവരെ കയ്യിലെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അവർ തേങ്ങയുടെ കൂട്ടൊക്കെ ഒന്ന് മുരിഞ്ഞ് അവർ മീനിലൊക്കെ ഒന്ന് പിടിച്ച് വരും. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്, അവസാനത്തെ പാകം. നമ്മൾ ഫ്ലെയിം നല്ലോണം കുറച്ച് തന്നെ അങ്ങ് വെച്ചിരുന്നാൽ മതി, ഫ്ലെയിം കൂട്ടുകയും ചെയ്ത് കേട്ടോ. ഇനി തേങ്ങ ഒന്ന് മൂത്ത് പോവുകയോ അല്ലെങ്കിൽ ഒരുപാട് കരിഞ്ഞു പോവുകയോ ചെയ്ത് അതിൻ്റെ ടേസ്റ്റും ആ ഒരു സ്മെല്ലൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതിയാകും. പിന്നെ ഈ ഒരു മീനുണ്ടല്ലോ, അത്യാവശ്യം നല്ല നെയ്യിൻ്റെ അംശവും നല്ല സോഫ്റ്റായിട്ടുള്ള മീനാണ് കേട്ടോ. ഞാൻ ഇതിലാണ് തയ്യാറാക്കി നോക്കിയിട്ടുള്ളത്. ഈ ഒരു മീൻ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഞാൻ അന്നും ചെയ്തത് ഇന്നും ചെയ്തത് കേട്ടോ. പിന്നെ വേറെ മീനിൽ ഞാൻ പരീക്ഷിച്ചിട്ടില്ല വലുതായിട്ട്. എനിക്കൊന്ന് നമ്മൾ പ്രോൺസിക്കില്ല, പ്രോൺസിലും ഇങ്ങനത്തെ ഒരു മസാല ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രോൺസിലും അതുപോലെ തന്നെ കണവ വെച്ചിട്ടും ഈ ഒരു മസാലയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട് മുന്നേക്ക്. അപ്പോൾ നമ്മുടെ തേങ്ങ വെച്ചിട്ടുള്ള മീൻ പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് പറയും. സൂപ്പറാണ്, മസ്റ്റ് ട്രൈ ആയിട്ടും തന്നെ പറയും കേട്ടോ. ഞാനിന്ന് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും പിന്നെ ചമ്മന്തിക്കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചമ്മന്തിക്കറിയും അപ്പവും ഈ ഒരു മീൻ പൊരി സൂപ്പർ ഇത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് ചെയ്തതാണ്. അപ്പത്തിൻ്റെ മാവ് ഓൾറെഡി ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അപ്പം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചമ്മന്തി കറി കരച്ച് ഈ ഒരു മീൻ പൊരി നിന്നാണ് ഇതിൻ്റെ പേര്, ഞാൻ ഇട്ട പേരാണ്. അപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും. അപ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളടുത്ത് മസ്റ്റ് ട്രൈ പറയുള്ളൂ. അപ്പോൾ ഈ ഒരു കുഞ്ഞ് റെസിപ്പി വീഡിയോയ്ക്കാണേ, മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.